എക്സാം ഹാളിൽ പരീക്ഷ തീർന്നിട്ടിരിക്കുന്ന കുട്ടികളോട് ടീച്ചർ പറയും, ഒന്ന് ചെക്ക് ചെയ്യേ, ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യേ. അപ്പോൾ കുട്ടികൾ ഇങ്ങോട്ടും മറിച്ച് അങ്ങോട്ടും മറിച്ചിട്ട് വീണ്ടും അങ്ങനെ തന്നെ ഇരിക്കും. ആ കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചില കാര്യങ്ങൾ ആ നേരത്തെ ചെക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഉറപ്പുണ്ടാവാം നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പേഴ്സൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെന്ന്. കുട്ടികൾ മാർക്ക് മിസ്സ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് തെറ്റിയിട്ടാണ്, അല്ലാണ്ട് ആൻസേഴ്സ് തെറ്റിയിട്ടല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വയ്ക്കുക, ക്വസ്റ്റ്യൻ നമ്പേഴ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് ഓരോ ആൻസറിലും നിങ്ങൾ ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ചില ഡയഗ്രാംസ് നമ്മൾ മിസ്സ് ചെയ്യും. ചില ക്വസ്റ്റ്യൻസിൻ്റെ പകുതിയെ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇലസ്ട്രേറ്റ് വിത്ത് ഡയഗ്രാം എന്നൊക്കെ ഉള്ളത് നമ്മൾ നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോയിട്ടുണ്ടാവാം, ഡയഗ്രാം വരച്ചിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ തെളിയാൻ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി കഴിഞ്ഞിട്ട് ആൻസർ പേപ്പർ ചെക്ക് ചെയ്താലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഈ സാധനങ്ങൾ പ്ലസ് നമ്മൾ മാത്സും സയൻസും ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിൽ യൂണിറ്റ്സ് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. പല കുട്ടികളും യൂണിറ്റ്സ് ഗ്രാം ആയാലും അതല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് ഓംസ് ആയാലും എന്താണെങ്കിലും അതൊക്കെ തെറ്റി എഴുതുന്ന കാരണമാണ് ചെറിയ മാർക്കുകൾ വരെ അവർക്ക് നഷ്ടമാവുന്നത്. ഇതൊക്കെ നിങ്ങൾ ആ ചെക്ക് ചെയ്യണമെന്ന് ഇൻവിജിലേറ്റർ പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കുറച്ചും കൂടി മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്.